My congratulations to Kate. Let's make India first ever net one for the history books. Let's go. മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന എമ്പുരാന്റെ ട്രെയിലർ കണ്ട് രാവിലെ തന്നെ കിളി പോയവർ അനേകം. ഒരു ഹോളിവുഡ് മൂവി പോലെയാണെന്നാണ് കൂടുതൽ കമന്റും. എന്നാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തുമെന്ന് പോസ്റ്റ് ഇട്ടിട്ടും എന്തുകൊണ്ട് രാവിലെ ട്രെയിലർ എത്തി എന്നതിന് കാരണം ഹിന്ദി ട്രെയിലർ സൗണ്ട് ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ലീക്കായത് എമ്പുരാൻ ടീമിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് ഈ തീരുമാനമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ ഇരട്ടി മധുരം നൽകുന്ന വാർത്തയാണ് പ്രഭാസ് ആരാധകരിൽ നിന്നും പുറത്തു വരുന്നത്. പൃഥ്വിരാജ് വഴി പ്രഭാസ് ട്രെയിലർ കണ്ടുവെന്നും വലിയ എക്സൈറ്റ്മെന്റിലാണെന്നും പ്രഭാസിനെ വെച്ചൊരു സിനിമ ഡയറക്ട് ചെയ്യാനായി പൃഥ്വിയോട് ചോദിച്ചിട്ടുണ്ടെന്നും എന്നാൽ ടൈസൺ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞ് പൃഥ്വിരാജ് അത് നോക്കാമെന്ന് സമ്മതിച്ചതായി തെലുങ്ക് ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നു. ഹൈദരാബാദിൽ വെച്ചൊരു എമ്പുരാന്റെ പ്രൊമോഷൻ പ്ലാൻ ചെയ്യുന്നതിൽ പ്രഭാസ് ജോയിൻ ചെയ്യുമെന്നും അവിടെ വെച്ച് ഈ വാർത്ത ഒഫീഷ്യലായി അനൗൺസ് ചെയ്യുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടാതെ ഓരോ സ്റ്റേറ്റിലും എമ്പുരാന് ഒരു സെലിബ്രിറ്റി ഷോ ഉണ്ടാകുമെന്നും പ്രഭാസ്, ചിരഞ്ജീവി എന്നിവർ തെലുങ്കിൽ നിന്നും കാണാൻ ഉണ്ടാകുമെന്ന വാർത്തയും നല്ല രീതിയിൽ പരക്കുന്നുണ്ട്. എന്തായാലും പൃഥ്വിരാജ് ആയതുകൊണ്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫേക്ക് ആണെന്ന് കരുതി തള്ളിക്കളയാൻ പറ്റില്ല എന്ന് മലയാളികൾക്ക് അറിയാം. ഈ വാർത്ത പ്രഭാസിന്റെ ജെനുവിനായ എക്സ് ഫാൻസ് ഗ്രൂപ്പിൽ നിന്നുമാണ് പുറത്തു വരുന്നത്. നിങ്ങൾ എമ്പുരാൻ ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പഠിക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.